വോയിസിൽ ഒരുമിച്ച് ഞങ്ങൾ പടം കാണാൻ പോയ തിയേറ്ററിലാണ് നീ പടം കാണാൻ പോയെന്ന് പറഞ്ഞെന്താ? സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബംഗാളികൾക്ക് വിസ നിഷേധിച്ച സമയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതായത് അത്രയും ഭയങ്കര ശല്യമായതുകൊണ്ട് ബംഗാളികളെ ഗൾഫിൽ എവിടെയും പ്രവേശിപ്പിച്ചിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതേ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. മലയാളികൾക്കാണ് ഇനി അവിടെ വിസ നിഷേധിക്കാൻ പോകുന്നത്. അതായത് മലയാളികളെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കയറ്റിവിടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും ഭയങ്കരമായിട്ടുള്ള തെണ്ടിത്തരങ്ങളാണ് അവിടെയുള്ള തെരുവുകളിൽ നടക്കുന്നത്. ഈ ടിക്ടോക്കിന്റെ പേരും പറഞ്ഞിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും മുഴുവൻ എന്ന് പറഞ്ഞ് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ പോയിട്ട് ഭീഷണിപ്പെടുത്തല്, പോലീസിനെ വിളിക്കല്, അവിടെ പോയിട്ട് വെല്ലുവിളിക്കല്, ടിക്ടോക്ക് എന്ന് പറയുന്ന പരിപാടി വെല്ലുവിളിക്കല്, പെണ്ണുങ്ങൾ അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അതുപോലെയുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരെ. ഇത് കുറച്ച് പഴയതാണെങ്കിലും, അതായത് 2 വർഷം മുന്നേ ആണെങ്കിലും ഇപ്പോഴാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൊങ്ങി വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പണ്ടേ നടക്കുന്നുണ്ട്. ഈ ഒരു കൊലപാതകം വേണ്ടി വന്നു ഇതൊക്കെ ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെയുള്ള മലയാളി സ്ത്രീകൾ അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കാണിക്കുന്ന തൊട്ടിത്തരങ്ങൾ തന്നെയാണ്. അതായത് വേറൊരു രാജ്യത്ത് പോയിട്ട് വെല്ലുവിളിക്കുക, സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇവന്മാരൊക്കെ ടിക്ടോക്കിൽ അതിൻ്റെ ഇത് ചെയ്തിടുക. അവിടെയുള്ള നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് തന്നെ നാണക്കേടാണിത്. ഏതായാലും നമുക്കൊന്ന് നോക്കേ. വോയിസിൽ ഒരുമിച്ച് ഞങ്ങൾ പടം കാണാൻ പോയ തിയേറ്ററിലാണ് നീ പടം കാണാൻ പോയെന്ന് പറഞ്ഞെന്താ? അതിൽ നീ എന്താ വോയിസ് മമ്മൂക്കിനെ പറ്റി പറഞ്ഞതല്ല ഇവിടെ പ്രശ്നം. നീ എന്താ വീഡിയോയിൽ പറഞ്ഞത്? ഞങ്ങളുടെ കൂടെ തിയേറ്ററിൽ വന്നിരുന്ന് സിനിമ കണ്ടു. ഞങ്ങളവിടെ എന്ത് പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞങ്ങളുടെ കൂടെ ആരുണ്ടായിരുന്നത്? ആരെ നീ കണ്ടോ? നിനക്ക് അറിഞ്ഞൂടാ ഏത് തിയേറ്ററാന്ന് പോലും നിനക്ക് അറിഞ്ഞൂടാ. പിന്നെ നീ ഏത് ആൾക്കാരെ ഞങ്ങളുടെ കൂടെ കണ്ടത്? അത് ഞങ്ങളുടെ തിയേറ്ററിൽ ഞങ്ങൾ എന്ത് പരിപാടിക്ക് നിന്നേ? എന്തെങ്കിലും കണ്ടിട്ടാണോ നീ പറഞ്ഞേ? അതായത് ഇവരേതോ ഒരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ പോയിന്നോ, അപ്പോൾ ഏതോ ഒരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ടോക്ക് വഴി എന്തൊരു കമന്റ് എന്തോ ചെയ്തോ. അതായത് ഇവർ തിയേറ്ററിൽ പോകുന്നത് സിനിമ കാണാൻ വേണ്ടിയിട്ടില്ല, ഇവർ അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിയും പിടിയും കാര്യങ്ങളും, പോലീസിനെ വിളിക്കലും, കുഴപ്പങ്ങളും, മാപ്പ് പറച്ചൽ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യത്താണ്. അതായത് ജീവിക്കാൻ വേണ്ടിയിട്ട് പോയ സ്ഥലമാണ്. അവിടെയാണ് ഇമാതിരി കോപ്രായങ്ങൾ ആണായാലും പെണ്ണായാലും എല്ലാം കാട്ടിക്കൂട്ടുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സദാചാര വിരുദ്ധ ചോദ്യം ചെയ്യലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ടിക്ടോക്കിൽ എടുത്തിടാതെ നേരെ പോയിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യല്ലേ വേണ്ടത്. അല്ലാതെ ഇമാതിരി തൊട്ടിത്തരങ്ങളാണോ കളിക്കേണ്ടത്? അവിടെ എത്ര ആൾക്കാരാണ് അവിടെ നോക്കി നിൽക്കുന്നത്. അവിടെ പോകുന്നത് എന്ന് പറഞ്ഞാൽ മലയാളികളുടെ വിലയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ഒറിജിനലാണോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം എന്താ അറിയാ, വൈറലാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്താ ചെയ്യുക, എന്താ പറയാമെന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദുബായ് പോലെയുള്ള നഗരങ്ങളിൽ ഇനി മലയാളികളെ തന്നെ ചിലപ്പോൾ നിരോധിച്ചു കഴിഞ്ഞാലും അവിടെ അതിശയപ്പെടാനൊന്നുമില്ല. ഇമാതിരി കോപ്രായങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും മലയാളികളെ നിരോധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോഴും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി, അതിൻ്റെ അകത്ത് പണിയും കൂലിയും വേലയും ഇല്ലാതെ കുറേ എണ്ണമുണ്ട്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ പെൺവേഷം കെട്ടിയിട്ടും ആൺവേഷം കെട്ടിയിട്ടും നടക്കുന്ന ടീമുകളുണ്ട്. ഇവറ്റകളെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് വരും. അതായത് ഈ ടിക്ടോക്ക് ലൈവിലേക്ക്. പിന്നീട് എന്ന് പറഞ്ഞാൽ പാട്ടുപാടലാണ്. അങ്ങനെ പാട്ട് പാടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞിട്ട് ഇവന്മാർ എന്ത് ചെയ്യുക, വെല്ലുവിളികളാണ്. പിന്നെ അതായത് സ്വന്തം ഭാര്യയെ തൊട്ടാൽ വരെ ഒരുത്തിന് ഇത്രയും ചൊറിച്ചിലുണ്ടാവില്ല. പക്ഷേ ടിക്ടോക്ക് ഫ്രണ്ട്സിനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സംഭവമാണ്. എന്നിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവ് പട്ടികളെ പോലെ തെരുവിൽ വന്നിട്ട് വെല്ലുവിളിക്കുകയാണ് ഇവന്മാർ. അതായത് ഇവരുടെ നാട് പോലെയാണ്. ജീവിക്കാൻ വേണ്ടി പോയ നാട്ടില് അവിടെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവ് പട്ടികളെ പോലെ വെല്ലുവിളിക്കുക. എന്നിട്ടെന്ന് പറഞ്ഞാൽ കടിപിടി കൂടുക. അതായത് ഈ ഏതെങ്കിലും പെണ്ണിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോഴേ. അതുപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടിക്ടോക്കില്ലല്ലോ. അപ്പൊ അവിടെ എന്ത് കൂറത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാർ പോലും അറിയാൻ പോകുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്ത് കൂറത്തരം അവിടെ കാണിക്കുക ഒരാൾ പോലും അറിയാൻ പോകുന്നില്ല. അതാണ് ഇവരുടെ ധൈര്യം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ അങ്ങനെ അവിടെ കൂറത്തരങ്ങൾ കാണിക്കുക. അവിടെ ആണായാലും പെണ്ണായാലും ഇതുപോലെ പാട്ട് കൂത്ത് എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ ലൈവിൽ കയറിയിട്ട് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിപിടി കൂടി. അതായത് പണ്ടുള്ള സംസ്കാരമില്ലാത്ത കുറച്ച് സംസ്കാര ശൂന്യന്മാർ ഇന്നലെ ഇപ്പൊ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കുത്തിയിട്ട് തികട്ടി വന്ന സംഭവം തന്നെയാണ്. അതിലൊരുത്തൻ്റെ ജീവൻ പോയി, ഓൻ്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ പോയാ. അതുപോലെ തന്നെ 4-5 എണ്ണം ജയിലിലായി, ഓൻ്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ പോയാ. ഇത് പാട്ട് പാടിയ പെൺ തരികൾ എന്ത് ചെയ്തു, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇപ്പോഴും സൈഡിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. കാരണം എന്താ അറിയാം, അവർ ഈ മണ്ടന്മാരെ ഓർത്തിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പെണ്ണിന് വേണ്ടിയിട്ടായിരിക്കും ഇവന്മാർ കടികൂട് കൂടുന്നുണ്ടാവുക. അതായത് ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് ഇതിൻ്റെ അകത്ത് പാട്ട് പാടും. ആ പാട്ട് പാടിക്കഴിഞ്ഞ് ഇത് 2 വിഭാഗമായിട്ട് തിരിയും.
ആ രണ്ട് വിഭാഗങ്ങൾ പിന്നെ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയാണ്. ആ തെറിവിളിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവളെ കളിച്ചാ, നീ ഇവളെ കാണിച്ചാ, നീ അവളെ കാണിച്ചാടാ എന്ന് പറഞ്ഞിട്ട് തെറിവിളിക്കും. പിന്നെ പറയും നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ റൂമിന്റെ വള്ളക്ക് വാടാന്ന് പറയും. അപ്പാട് എന്ന് പറയുന്നത് 2 അടിച്ച ടീം ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ അകത്ത് 2 അടിച്ച ടീം ഉണ്ടാവും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഞാൻ പ്രിയാന്ന് പറയുന്ന പെണ്ണുങ്ങൾ ഉണ്ടാകും. ഇന്ന് അത് പച്ചക്ക പറയുന്നേ. മലയാളി പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചില ടിക്ടോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും തറകളാണല്ലോ എന്ന് വിചാരിച്ചു പോകും നമ്മൾ. അത്രത്തോളം തറ വർത്താനം പറയുന്ന എന്താ പറയേണ്ടത്, ഈ നമ്മളൊക്കെ പണ്ട് ഈ പിന്നെ എന്താ പറയുക ഈ ഏപ്പടത്തിൽ അഭിനയിക്കുന്നവരെ മാറ്റി നിർത്തിയില്ലേ, ഇവറ്റകൾ അതിലും തറയാന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇവർ പറയുന്ന തറ വർത്താനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഭാഗ്യത്തിന് ഈറ്റുകളൊന്നും ഭർത്താക്കന്മാർ നാട്ടിലാണ്. അതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആണും പെണ്ണും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ തറ വർത്താനങ്ങൾ പറഞ്ഞിട്ട് ഈ മാംസ കച്ചവടം നടത്തുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത്ര പൈസ ഇന്ന് എനിക്ക് തരണേ, ഇന്ന് ഓഫർ ഉണ്ട്, ഓഫർ വരെ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇവരൊക്കെ ബിസിനസ് ടിക്ടോക്ക് വഴിയാ പോലും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നാറിത്തരങ്ങളാണ് മലയാളികൾ അവിടെ കാണിച്ചു കൂട്ടുന്നത്. എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല യുവന്മാർ അവിടെ കളിക്കുന്ന കളികൾ ചില ആൾക്കാർ നമ്മളോട് പറഞ്ഞപ്പോഴും നമുക്ക് തൊലി ഉരിഞ്ഞുപോയി എന്നുള്ളതാണ്. അതായത് എന്തൊക്കെയാ ആൾക്കാർ പറയുന്നത്, ഇവന്മാർ എന്തായി കാണിക്കുന്നത്. നമ്മളൊക്കെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി പോയാൽ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ ജീവിക്കാൻ വേണ്ടി പോയവരാണ്. ആ ജീവിക്കാൻ പോയവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്ത് പാവങ്ങൾ 3, 4 അതായത് 10, 20 വർഷം അധ്വാനിച്ചിട്ട് ഒരു വീട് മാത്രം സമ്പാദിക്കാൻ പറ്റിയ പ്രവാസികളുടെ അതുപോലെ സമ്പാദിക്കാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവറ്റകൾ ചുരുങ്ങിയ കാലം കൊണ്ട് 1, 2 വർഷം കൊണ്ട് വലിയ വീടുകൾ, അതുപോലെ തന്നെ വലിയ കാറുകൾ, പിന്നെ അവിടെ കാറുകൾ ഇവിടെ കാറുകൾ. പറയുന്നത് എന്താ, റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്, റിയൽ എസ്റ്റേറ്റ് കച്ചവടം. ഇത്രമാത്രം റിയൽ എസ്റ്റേറ്റ് എവിടെയാണ് ദുബായിൽ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് നമ്മൾ കാണാത്ത റിയൽ എസ്റ്റേറ്റ് കച്ചവടം എവിടെയാന്ന് ദുബായിൽ. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഈ മലയാളികൾ ഈ ടിക്ടോക്ക് വഴി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ ഇന്നലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ അയച്ചു തന്നപ്പോൾ തൊലി ഉരിഞ്ഞു പോയി. അവിടെ നിന്ന് ഞാൻ വെക്കത്തില്ല, എൻ്റെ ചാനലിൽ ഞാൻ ബുക്ക് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വെക്കാൻ കഴിയില്ലടോ. അത്രത്തോളം നമ്മൾ വരെ എന്ന് പറഞ്ഞാൽ ഈ ചാനലിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാണം കിട്ടുപോകും. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വരുമ്പോഴുള്ള സെൻറ്റും അത്തറും മാത്രമേ ഉള്ളടോ. ബായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കൂസ് വായിയാണ്. അതായത് ബായിലൂടെ വരുന്ന ഈ സരസ്വതി വികട സരസ്വതികൾ, അയ്യോ കഷ്ടം. മലയാളികളാണോ എന്ന് ഞാനിങ്ങനെ അതിശയപ്പെട്ടു പോയി. ഇവരാണോ ഗൾഫിലൊക്കെ പോയിട്ട് പ്രവാസികൾ എന്ന് പറയുന്നത്? ഇവറ്റകളെ ഒന്നും ഒരിക്കലും പ്രവാസികളായിട്ട് കൂട്ടല്ലേ. കഷ്ടം തന്നെയാണ്. ഇതെന്തോ അടിച്ചു കയറ്റിയിട്ട് ഇവറ്റകളൊക്കെ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയി അവിടെ നിന്ന്. അല്ല ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ബന്ധുക്കളില്ലേ, അല്ല ഇവന് സഹോദരന്മാരില്ലേ? അതുപോലെ പെണ്ണുങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മ മാതാപിതാക്കളില്ലേ, മക്കള് ഭർത്താക്കന്മാരില്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെ ഇത്രമാത്രം എന്താ പറയേണ്ടത്, ഭയങ്കരമായി മോശത്തിലുള്ള നിങ്ങളെ ഇതാ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവിടെയുള്ള മലയാളികൾ കുറയണം. കാരണം അവിടെയുള്ള എല്ലാവരുടെയും വിലയും പോകും. ചിലപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് മലയാളികൾ വരണ്ടാന്നും പറയും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് മിക്കവാറും പോകുന്നത്. അങ്ങനെയാണ് ഇവരൊക്കെ പെരുമാറാൻ ഇനി അങ്ങോട്ട് നിൽക്കുന്നത്. വെല്ലുവിളികളും ആവേശങ്ങളും. എടാ നല്ല തല്ലുപാടും ഇവിടെ നാട്ടിൽ വന്ന് കൈ, നിങ്ങൾ എന്താ വേണമെങ്കിലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്താ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പിരിവിന് പോകണ്ടല്ലോ. ഇതൊക്കെ ആണെങ്കിലും ഇവറ്റകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പിരിവിനും പോകേണ്ടി വരും കേട്ടോ. അതാണ് ഏറ്റവും വലിയ രസം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പോലീസുകാർ എപ്പോഴാണ് ഇവന്മാരുടെ ഇതൊക്കെ കാണുന്നത് പറയാൻ പറ്റില്ല. ഇനിയിപ്പോഴും ടിക്ടോക്കിൻ്റെ എല്ലാ കാര്യങ്ങളും മിക്കവാറും അടുത്ത പോലീസ് അന്വേഷിക്കും. അത് കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു കഥ മിക്കവാറും അവിടെ കാണേണ്ടി വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം കേട്ടാ.